ഒരു 2-3 ഫിലിമിൽ പാടിയിട്ടുണ്ട്. അതിൽ ഒന്ന് സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫിലിം. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജീവേട്ടൻ തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അത് സോങ് റിലീസായിട്ടുണ്ട്, ഫിലിം റിലീസായിട്ടില്ല. പിന്നെ ഇപ്പോൾ വേണുചേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് ഒരു സോങ് പാടിയിട്ടുണ്ട്. അത് പ്രണവം മധുചേട്ടനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ദുബായിലാണ്. മധുചേട്ടൻ്റെ തന്നെ ഒത്തിരി വർക്കുകൾ ഞാൻ പാടിയിട്ടുണ്ട്. മധുചേട്ടൻ്റെ തന്നെ വേറെ 2 സിനിമയും ഞാൻ അല്ലാതെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി റിലീസാവാൻ ഇരിക്കുന്ന പാട്ടുകളാണ്. പിന്നെന്താ പറയുക, പിന്നെ അഭിനയത്തിൽ ഇപ്പോൾ ഒരു 4 സിനിമ, ചെറിയ റോളാണെങ്കിലും ഒരു 4 സിനിമ ചെയ്തു. മുകുന്ദേട്ടാ സുമിത്ര വിളിക്കുന്നു എന്നിട്ടൊരു വെബ് സീരീസിലൂടെയാണ് എൻ്റെ അഭിനയത്തിലോട്ടുള്ള തുടക്കം. അങ്ങനെയായിരുന്നു. അതും വളരെ അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് അഭിനയം. അത് കഴിഞ്ഞിട്ട് 4 സിനിമ ചെയ്തു. ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ്, മല്ലു കഫേ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാവി ജീവിതം ഇങ്ങനെയൊക്കെയാണ്. സ്റ്റാർ സിംഗർ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് എനിക്ക് സിനിമയിലും പാട്ട് പാടാനുള്ള അവസരം കിട്ടുന്നത്. ഒരു 15ഓളം സിനിമകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ ഇപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ, കിളിമൈനേ തേനോട്ട് കുഞ്ഞുമോളെ താരാട്ട് മെല്ലെ നീ ഒന്നു പാടുമോ പൂമ്പാട്ട്, കിളിമൈനേ തേനോട്ട് കുഞ്ഞുമോളെ താരാട്ട് മെല്ലെ നീ ഒന്നു പാടുമോ പൂമ്പാട്ട്, താലോലം ചായുറങ്ങാൻ ചാഞ്ചാട്ട്, സ്വപ്നങ്ങൾ നല്ലോണം ഇനി കണ്ടോട്ട്, കിളിമൈനേ